ഗായ്സ്, ഇറ്റ്സ് മീ അബിൻ ചോളമ്പൽ. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് ഞങ്ങൾ. അങ്ങനെ നേരെ പോകുന്നത് തുറയിൽക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നേരെ പോകാം. ഇതിൽ എൻ്റെ കൂടെ ഉള്ളത് ആ മുതിർന്ന ചേട്ടൻ അശ്വിൻ കെ, എൻ്റെ നന്ദേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അത് എൻ്റെ അനിയത്തി ലച്ചു. തൊട്ടപ്പുറത്തിരിക്കുന്നത് അഭിനവ്, അതായത് അപ്പു എന്നാണ് വീട്ടിൽ വിളിക്കുക, അഭിനവ്. ഞങ്ങൾ നേരെ പോകുമ്പോൾ പിന്നെ അവിടെ നിന്നൊരു സ്വിഗ്ഗിക്കാരൻ പോകുന്നുണ്ടായിരുന്നു. അയാൾ ബാക്കിൽ നിന്നൊരു വണ്ടി ഇടിച്ചിട്ട് ഒരു വീണതായി. അപ്പം ഞങ്ങൾ നേരെ അവിടേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഓള് കുരങ്ങനെയൊന്നും കാണാണ്ട് അവിടെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ കുരങ്ങനെ തപ്പുന്നുണ്ട്, പക്ഷെ കുരങ്ങനെ കാണില്ല. കുറേ സൗണ്ട് ഉണ്ടാക്കി ഇതൊക്കെ ആക്കി. പിന്നെ ഓൾക്ക് മൂഡ് ഓഫായി. പിന്നെ പോവാന്ന് പറയായിരുന്നു. പിന്നെ കുരങ്ങൻ്റെ സൗണ്ടൊക്കെ കേട്ട്, പക്ഷെ കുരങ്ങൻ വന്നില്ല. ഞങ്ങളവിടെ തപ്പുമായിരുന്നു കുരങ്ങനെ, പക്ഷെ അവിടെ ഒരു കുരങ്ങൻ പോലും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2-3 കുരങ്ങനെ സൗണ്ടൊക്കെ കേട്ടു, അതിനെ കണ്ടില്ല. പക്ഷേ എന്നിട്ട് ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. 1-2 കുരങ്ങൻ വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും അടുത്ത്. പിന്നെ ഒരു കുരങ്ങനെ കണ്ട്, പക്ഷെ അത് താഴത്തോട്ട് വരുന്നില്ല. കുറേ കാട്ടി പഴവും ബിസ്ക്കറ്റൊക്കെ കാട്ടി വിളിച്ചു, പക്ഷെ ആ കുരങ്ങൻ താഴത്തോട്ട് വരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഒരു സൗണ്ട് കേട്ട്. അതിൽ നിന്ന് ഇപ്പോൾ ലച്ചു പേടിച്ച് താഴത്തിറങ്ങിക്കാണ്. ഓൾക്കൊരു ചെറിയൊരു പേടിയുണ്ട്, എന്നിട്ട് ഒരു പേടിയില്ലാത്തതായിട്ട് നിൽക്കുക. അപ്പോൾ ഒരു കുരങ്ങ മരത്തിൻ്റെ മുകളിൽ കൂടെ ചാടി. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു കുരങ്ങനുണ്ട് ഈ വീഡിയോയിലൊക്കെ, അത് കുലുക്കുന്നുണ്ട്. അത് ഞങ്ങൾ കുലിക്കപ്പോൾ അതും കുലുക്കുന്നുണ്ട്. പണ്ടൊരു പഴഞ്ചൊല്ലറ്റല്ലേ, നമ്മളെന്ത് ചെയ്താലും കുരങ്ങനും അത് ചെയ്യുന്നു, അതേമാതിരി കുരങ്ങനും ചെയ്ത് ഗൈസ്. ഒന്ന് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുരങ്ങ കണ്ട്, പിന്നെ ഞങ്ങൾ അവിടെ കുത്തിരുന്ന് കുലുക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 2 കുരങ്ങൻ കൂടി വരുന്നുണ്ട്. അതൊക്കെ അവിടെ മുകളിലാണ്. ഞങ്ങൾ കുലുക്കുന്നുണ്ട്, നല്ലോണം കുലുക്കി, പക്ഷേ കുരങ്ങൻ വരില്ല. പിന്നെയും കുറച്ച് നേരം കൂടി ഇരുന്നപ്പോൾ ആ നേരത്തെ വന്ന കുരങ്ങനെ 2 പഴം ബിസ്ക്കറ്റ് അത് ഫുള്ള് ഇങ്ങനെ അടിച്ച് കയറ്റി കഴിഞ്ഞു. ഒരെണ്ണം ഇല്ലാണ്ട് വായ ഫുള്ള് സാധനങ്ങൾ ഇനി അതിൻ്റെ. അപ്പം തന്നെ കുറേ നേരം നോക്കി, പക്ഷെ ഒരെണ്ണം വരുന്നത് കണ്ട്. പിന്നെ അപ്പു കുറേ കൈയിട്ടൊക്കെ കാണിച്ച്, പക്ഷേ വന്നില്ല. ലച്ചു പിന്നെ ഒന്നിനെ കണ്ടതിൻ്റെ ത്രില്ലിൽ അവിടെ തിരഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ചോദിക്കണത്, യൂട്യൂബിൽ ഓരോരുത്തർ വീഡിയോ അയക്കുന്നില്ലേ കുരങ്ങനെ കുട്ടീനൊക്കെ വെച്ചിട്ട്, അതേമാതിരി ഒരു കുരങ്ങൻ്റെ കുട്ടീനെ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓൾക്ക് കുരങ്ങൻ്റെ കുട്ടീനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അതിനപ്പം കാണിക്കും. പക്ഷേ ഞങ്ങൾ മുകളിൽ ഒന്നിനെ കണ്ടിട്ട് അതിനെ തന്നെ നോക്കിക്കാണ്, അത് താഴത്തോട്ട് വരുന്നുണ്ടോ വരില്ലേന്ന്. അത് മുകളിൽ തന്നെ താഴത്തോട്ടൊന്നും വരുന്നും കൂടിയില്ല. അത് മുകളിലതാ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അത് കയറിപ്പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുലുക്കുക, എന്നിട്ട് പോലും അത് താഴത്തോട്ട് വരില്ല. കുറേ കഴിഞ്ഞപ്പോൾ മെല്ലെ ഒന്ന് ഇറങ്ങി വന്ന്. എന്നിട്ട് ഞങ്ങൾ കുറേ ഇതാക്കി പിന്നെയും മുകളിലോട്ട് പോയി. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് താഴത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ കൊടുത്ത്. അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ അത് പഴം വാങ്ങി തിന്ന്. അപ്പോൾ ഞങ്ങളെ കൂടെ വന്നല്ല, വേറെ ആയിരിക്കുമാണ് അവിടെ ഉള്ളത്. പിന്നെ കൊടുത്തപ്പോൾ അത് ഓടിപ്പോയി വയറ് ഫുള്ളായപ്പോൾ. പിന്നെ ഞങ്ങൾ പോണമാക്കി കുറച്ച് വേറെ കുരങ്ങനെയും കണ്ട് അവിടെ മരത്തിൻ്റെ മുകളിൽ നിൽക്കുക. അപ്പോൾ കൊടുത്തപ്പോൾ മൂപ്പര് നല്ലോണം തിന്നണമൊക്കെ ഉണ്ട്. ഫുള്ള് തിന്നു കഴിഞ്ഞപ്പോൾ മുകളിൽ കയറിയിട്ട് പഴത്തിൻ്റെ തോലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ നോക്കിയിരുന്നത് തിന്ന് കഴിയണ വരെ ഒന്നും കൂടി കൊടുത്തിട്ട് ഞങ്ങൾ പോണ വഴിക്ക് വേറെ ഒരു ഡേഞ്ചറസ് കളി കളിച്ചിട്ട് എന്തോ കടിക്കാൻ വരുന്ന കാര്യമൊക്കെ ആക്കിയിരുന്നു. അവിടെ ഫുള്ള് കുരങ്ങനാട്ടോ. ആ വീട്ടിലുള്ളവർക്ക് ഒരു രക്ഷയില്ല. അവളുള്ള തുറന്നിട്ട എല്ലാം എടുത്തു പോവും. അത്രയും വലുതൊക്കെ കയറി കളിച്ചിട്ട്
വീടിൻ്റെ ഉള്ളിൽ നിന്ന് വരെ സാധനം എടുത്ത് പോകുന്നുണ്ട്. അവിടെ ഉള്ളവരൊക്കെ ഒരു കഷ്ടേ. പിന്നെ അതാ ഒരു പോയിട്ട് വേറെ കുരങ്ങനൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ഛനാണ് കൂടുതൽ കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരു ചെറിയ പേടിയുണ്ട് അത് കടിക്കുമോ എന്നൊക്കെ. എന്നാലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കുട്ടിയുള്ള കുരങ്ങനും ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഒരു കുറേ കുരങ്ങുണ്ട്, പക്ഷെ അതിന് കുട്ടിയൊക്കെ ഉണ്ട്. ഈ ഇറങ്ങി വരുന്ന കുരങ്ങൻ്റെ വയറ്റിൽ ഒരു കുട്ടി തൂങ്ങിക്കണ നോക്കിയാൽ കാണാം. ഞങ്ങൾ കൊടുക്കാൻ ഇപ്പോൾ വരും. ഞങ്ങളവിടെ നിൽക്കുകയിനി. അപ്പുനോട് ബിസ്ക്കറ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല തീർന്നു പോയാറുണ്ട്. പോക്കറ്റിലെടുത്ത് വെച്ചിട്ട് പോക്കറ്റിൽ എന്താ ഉണ്ടോ ചോദിച്ചപ്പോൾ അത് ബിസ്ക്കറ്റ് ആറ് നിൽക്കുകയാണോ. ലാസ്റ്റ് എടുത്തെടുത്തതിന് കുറച്ച് ചീത്തയൊക്കെ അവന് കേട്ട്. അപ്പോൾ മരത്തിൻ്റെ മുകളിലാണ് കുരങ്ങ ഇപ്പോൾ കൊടുക്കും ബിസ്ക്കറ്റ്. പഴം ഫുള്ള് തീർത്ത്. ഐറ്റിങ്ങൾക്ക് ഈ ബിസ്ക്കറ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ചെറിയ കുട്ടികളുള്ളതിലാ തിന്നണ തോനെ. ചെറിയ കുട്ടികളും കുറച്ച് തിന്ന്. പിന്നെ ഈ വലിയ കുരങ്ങന്മാർ ചെറിയറ്റിങ്ങളെ തിന്നാൻ സമ്മതിക്കില്ല. അത് വലുത് വരുമ്പോൾ ചെറിയറ്റിങ്ങൾ ഓടിപ്പോവും. അമ്മാരി ഗാങ്സ്റ്റർ ഫുള്ളും അമ്മാരത്തെ പരിപാടികളാണ്. അപ്പോൾ ഇത് കൊടുത്തപ്പോൾ അത് നല്ലോണം തിന്നുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ കൊടുത്ത്. കുട്ടിയുള്ളതിനാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. പിന്നെ അവർക്കൊക്കെ അപ്പൂനൊക്കെ ഒരു പേടി കുരങ്ങൻ കടിക്കുമോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊടുത്തു. കുറേ നേരം കൊടുത്ത്. പിന്നെ കുരങ്ങൻ അവിടെ പോകുന്നൊന്നുമില്ല. ഞങ്ങളടുത്ത് തന്നെ വന്നു കുറേ നേരം. പിന്നെ കുഴപ്പക്കാരിയൊന്നുമല്ല കുരങ്ങന്മാർ. ചില ആൾക്കാരിങ്ങനെ കുരങ്ങനെ വെച്ച് ഓരോന്ന് ഇതാക്കുമ്പോൾ അതിന് വേണ്ടി ആ ദേഷ്യത്തിലാണ് കുരങ്ങന്മാർ ഓരോന്ന് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. അപ്പോൾ ഒരു ബോളും കൂടി കൊണ്ടുപോയിണ്ടേനി. അങ്ങനെ ഞങ്ങൾ എറിഞ്ഞ് കളിക്കേനി വെള്ളത്തിലേക്ക്. കുറേ എറിഞ്ഞ് കളിച്ച് ഞങ്ങൾ കുഴങ്ങി. എൻ്റെ അനിയത്തിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുപോയി. ഞങ്ങളവിടെ ബോളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയേനി. അങ്ങനെ കുറച്ച് നേരം മണ്ണിൻ്റെ അടിയിലേക്ക് കാലൊക്കെ ഇട്ട് നിന്ന്. അതിൻ്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ടായി. അതും ഇപ്പോൾ പറയും. ഞങ്ങളിവിടെ വെള്ളത്തിലിങ്ങനെ കളിച്ച് നിൽക്കുക. ഓരോന്നും ചെയ്യുമ്പോൾ പിന്നെ ഓൾക്ക് താഴത്തിറങ്ങാൻ ഒരു പേടി. താഴത്തിറങ്ങാൻ പിന്നെ ഒരു പേടി. വെള്ളം ഇങ്ങനെ വിരുന്നളിക്കുമ്പോൾ ലച്ചുവിന് പുറത്തിറങ്ങാൻ താഴത്ത് ഒന്ന് ഇറങ്ങാൻ ഒരു ചെറിയൊരു പേടി. പിന്നെ ഓള് പോകുന്നില്ല, പക്ഷെ അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ കുറേ നേരം വെള്ളം കണ്ട് നോക്കി നിന്നപ്പോൾ മഴ പെയ്ത്. പിന്നെ കൊടിയെടുത്ത് ഓടി. പിന്നെ മഴ അറിയപ്പോൾ ഞങ്ങൾ പിന്നെയും പോയി. അപ്പോൾ അവിടെ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുത്തി മറിയൊക്കെ ചെയ്ത്, പക്ഷേ ഒന്നും ഇതായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ കാല് നനയ്ക്കാണ്ടൊക്കെ ഇനി പെട്ടെന്നൊരു വലിയ തിര വന്ന് എല്ലാവരും നനഞ്ഞ്. പിന്നെ എല്ലാവരും വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളൊക്കെ അവിടെ നിൽക്കേനി. അതിൻ്റെ ഇടയിലൊരു കോമഡി ഉണ്ടായി. എൻ്റെ കസിൻ അഭിനവിന് ഓൻ ആർച്ചറിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് സ്റ്റൈലാക്കാൻ വേണ്ടി ഒന്ന് മറഞ്ഞു. അങ്ങനെ ഏതോ ഒരു ഏട്ടൻ്റെ ഒന്ന് ചീത്ത കിട്ടു. ഇങ്ങനെ ഇപ്പോൾ ചെയ്ത ആരി മറിഞ്ഞ് കളിച്ച് ഒരേട്ടൻ്റെ നിന്ന് ചീത്ത കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാനാക്കിയതാണ്. അവനാക്കിയത് ഇതിനെക്കാട്ടി വലുതാക്കിയിട്ട് വേറൊരു ചേട്ടൻ്റെ മുഖത്തായിട്ട് അവൻ നല്ലോണം ചീത്ത കിട്ടെ. എന്നിട്ട് ഓനവിടെയൊക്കെ തന്നെ ഞങ്ങളവിടെ ഓടി കളിക്കുകയായിരുന്നു. ബോൾ അങ്ങോട്ട്. പിന്നെ ലച്ചുവിനെ എന്തെങ്കിലും വേണം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇതാക്കുക. പിന്നെ കാറ്റടിച്ചപ്പോൾ അവൾക്ക് ഇങ്ങനെ ഇതായി. പിന്നെ ഞങ്ങൾ ബോൾ എറിഞ്ഞ് കളിച്ചപ്പോൾ ഒരു പ്രാവശ്യം ബോൾ എറിഞ്ഞപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോയി എടുത്തപ്പോൾ അവിടെ നിന്ന് വലിയൊരു തിര അടിച്ചപ്പം ഞങ്ങൾ അവിടെ ഇതായി. പിന്നെ ഒരു കാര്യം ഉണ്ടായി.
ഞങ്ങൾ ഓടി വലിയ തിര വന്നതാണ്. അപ്പം ഞങ്ങൾ ഓടി കഴിഞ്ഞു. അപ്പോൾ ഒരു ഏച്ചി വീണ് അപ്പൂവിനോട് ഒരു കൈ ചോദിച്ചു. അപ്പു ഓടി. ഇപ്പം ചെയ്ത മാതിരി ചെയ്തിട്ടാണ് ഒരേട്ടൻ്റെ അപ്പൂന് നല്ലോണം ചീത്ത കിട്ട്. ഇപ്പം ചെയ്താൽ ചെയ്തിട്ട് ഇത് കാണിച്ചിട്ടാണ് ഒരേട്ടൻ്റെ നല്ലോണം ചീത്ത കിട്ട്. എന്നിട്ട് അടങ്ങി കുത്തിരുന്നു കുറച്ച് നേരം. എന്നിട്ട് ചോദിച്ചപ്പോൾ ഇപ്പോഴും പറയണത് ഇനിയും ഞാനങ്ങനെ ചെയ്യും, ആരാ എന്താ ചെയ്യാന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളിങ്ങനെ കുറേ നേരം നിന്നു, കളിച്ചു, കുറേ നേരം കളിച്ചു നിന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് മീനിനെ വാങ്ങണം പറഞ്ഞിട്ട് ഞങ്ങൾ മീനിനെ വാങ്ങാൻ പോയി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് മീനിനെ വാങ്ങണം പറഞ്ഞ് പിന്നെ അവൾക്ക് ബീച്ചിൽ നിൽക്കണ്ടെന്നായി. പിന്നെ ഞങ്ങൾ മീനിനെ വാങ്ങാൻ നേരെ പോയി. ഞങ്ങൾ അവിടെ നിന്ന് മീനിനെ വാങ്ങി. അവിടെ കണ്ട ഇപ്പോൾ കാണിക്കൊരു വലിയ മീൻ, ആ മീനിനെ വേണം പറഞ്ഞ് കരയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് അവസാനിക്കുന്നു. ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇവിടെ നിന്ന് ഞങ്ങൾ ഗോൾഡ് ഫിഷിനെ വാങ്ങി. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.